അതെ, നമ്മളിൽ പലരും തുണി കഴുകുന്ന സമയത്ത് കഞ്ഞിപ്പശ മുക്കാറുള്ളവരാണല്ലേ. ചില സമയത്ത് നമ്മൾ പശ മുക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ മഴ സമയത്ത് കഞ്ഞിപ്പശ മുക്കിയാൽ ഉണങ്ങിക്കിട്ടാനായിട്ട് പാടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തുണി എങ്ങനെ പശ മുക്കിയെടുക്കാമെന്നുള്ള 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏത് തരം ഫാബ്രിക് ആയാലും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വെറുതെ അയൺ ചെയ്തെടുക്കുകയല്ല കേട്ടോ, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇടുന്നത് പോലെ നല്ല പപ്പടം പോലെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. ആദ്യത്തെ ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് വെള്ളം തന്നെ എടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ കട്ടകളില്ലാണ്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിലോട്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മണത്തിനായിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മണം ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഇതിലേക്ക് 1-2 ഡ്രോപ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ കംഫർട്ട് യൂസ് ചെയ്യാം. ഈ ഒരു 1/2 ഗ്ലാസോളം ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഏകദേശം നമുക്ക് 3 ഷർട്ട് വരെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സ്റ്റിഫ്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കംഫർട്ടാണ്. ഒരു 4-5 ഡ്രോപ്പ് മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അയൺ ചെയ്യാനുള്ള വസ്ത്രത്തിലേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്പ്രേ ബോട്ടിൽ നല്ലതുപോലെ വർക്ക് ആവുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഡ്രോപ്പായിട്ട് വീഴുന്നത്. നല്ല സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വെള്ള കളറിലുള്ള വസ്ത്രങ്ങളാണ് കേട്ടോ അയൺ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നത്. കളറിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പം ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ ഡ്രസ്സിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല വെള്ള കളറിൽ നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പം ആ ഒരു വൈറ്റ്നെസ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കൂടെ കാണുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ വൈറ്റ് കളറിലെ ഡ്രസ്സ് അയൺ ചെയ്യുമ്പം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചുളിവ് പോലും ഇല്ലാതെ നമ്മൾ അയൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫെവിക്കോൾ MR ആണ്. നമ്മൾ ഒട്ടിക്കാനൊക്കെ വാങ്ങുന്ന പശയുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ ഒരു 1/4 ഗ്ലാസോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളം അല്ല ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മണത്തിനായിട്ട് ഞാൻ എടുക്കുന്നത് പെർഫ്യൂമാണ്. ജാസ്മിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ജാസ്മിൻ്റെ സ്പ്രേ ആണ് 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോട്ടൻ്റെയും ലിനൻ്റെയും സാരിയൊക്കെ ഞാൻ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്തെടുക്കുന്നത്. പേഴ്സണലി ഇന്ന് ഷെയർ ചെയ്ത 3 ടിപ്പുകളിൽ ഈ ഒരു ഫെവിക്കോൾ യൂസ് ചെയ്ത് തയ്യാറാക്കുന്ന ഈ ഒരു ലിക്വിഡാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. എത്ര ചുളിവുള്ള ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് അയൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല സ്റ്റിഫോട് കൂടി തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നോക്കിയാൽ നല്ല ചുളിവുള്ള ഒരു ഷർട്ടായിരുന്നു. പൊതുവേ ഞാനിത് അയൺ ചെയ്തെടുക്കാനായിട്ട് കുറേ സമയം പിടിക്കും, പക്ഷേ വളരെ ഈസി ആയിട്ട് അതും ഒട്ടും ചുളിവില്ലാതെ തന്നെ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്ര ഈസിയാണ് കേട്ടോ. ഈ ഒരു 2 സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ലിക്വിഡ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ, ചീത്തയായി പോകത്തില്ല. നമ്മളിപ്പം തയ്യാറാക്കിയ ആ ഒരു 1/4 ഗ്ലാസോളം ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ഷർട്ട് വരെ അയൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ലിക്വിഡ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അന്നേരം തന്നെ നമ്മൾ തയ്യാറാക്കി അപ്പം തന്നെ അയൺ ചെയ്തെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു ലിക്വിഡ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം ലോങ് ലൈഫ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് 3ാമത്തെ രീതി കണ്ടു നോക്കാം. മിക്ക ആളുകളും ചെയ്യുന്നതാണ്. നമുക്കിതുപോലെ തുണികൾക്ക് നല്ല സ്റ്റിഫ്നെസ് കിട്ടാനായിട്ട് ക്രിസ്പ് ആൻഡ് ഷൈൻ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ഞാനിത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് 2-3 ക്രിസ്പ് ആൻഡ് ഷൈനിൻ്റെ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു സൊല്യൂഷന് നല്ല മണമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ മണത്തിന് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഏത് വസ്ത്രമാണോ അയൺ ചെയ്യേണ്ടത് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അയൺ ചെയ്തെടുക്കാം. മഴയൊക്കെ ഉള്ള സമയത്ത് ക്രിസ്പ് ആൻഡ് ഷൈൻ ആയാലും നമ്മൾ തുണികളിൽ മുക്കി ഉണക്കാനായിട്ടിട്ടാൽ നല്ലതുപോലെ ഉണങ്ങിയില്ലെങ്കിൽ ആ തുണികൾക്കൊരു ബാഡ് സ്മെല്ലുണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അതുണ്ടാവില്ല കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു മണം കുറേ നേരം നിൽക്കുകയും ചെയ്യും നമ്മൾ അയൺ ചെയ്തെടുത്ത് കഴിയുമ്പം. തുണികൾ കഴുകുന്ന സമയത്ത് ക്രിസ്പ് ആൻഡ് ഷൈൻ മുക്കിയെടുത്തിട്ട് ഉണക്കി ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ മണവും കുറച്ച് കൂടുതൽ സമയം നിൽക്കും, അതുപോലെ നല്ല സ്റ്റിഫ്നെസ്സും ആയിരിക്കും. കഞ്ഞിപ്പശയൊക്കെ മുക്കുന്ന സമയത്ത് തുണികളിലുണ്ടാകുന്ന ആ ഒരു വെളുത്ത പൊടിയും സ്മെല്ലും ഒന്നും ഇനി നമ്മുടെ തുണികളിലുണ്ടാവില്ല. ഈ വ്യത്യസ്തമായ 3 രീതികൾ തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്തു നോക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇനി മുതൽ തുണി കഴുകുന്ന സമയത്ത് കഞ്ഞിപ്പശ മുക്കാനായിട്ട് മറന്നുപോയി എന്നോർത്ത് ടെൻഷൻ ആവേണ്ട. നല്ല എഫക്റ്റീവായിട്ടുള്ള 3 കിടിലൻ രീതികളാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 3 ടിപ്പുകളാണ് കേട്ടോ. അപ്പം വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.